സക്കാഫി മീറ്റിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞോളാം. മാപ്പ് പറഞ്ഞ ഏരിയയില്ല, ഇപ്പം പെടന്റെ വീട്ടില്ല ഇപ്പൊ. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം മൂപ്പര് പിന്നെ സംസാരിച്ചു തുടങ്ങിയാൽ അത് ശരി നന്നായിട്ട് പറയും. അപ്പൊ മൂപ്പര് എല്ലാം കൂടി സേനതമ്മിലെത്തി. അപ്പൊ മൂപ്പര് ചോദിച്ചല്ലോ, നിങ്ങള് എന്താ ഷഹാദത്ത് സൂർ അല്ലേന്ന് ചോദിച്ചല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞ വിഷയത്തിലുള്ള മറുപടി, ഏതായാലും എല്ലാം വന്ന് വരണ്ടെല്ലാം വന്ന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇനി. അപ്പോ മൂപ്പരെ ന്യായീകരിക്കാനൊന്നും പോയിട്ടില്ല. ഏതായാലും മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട് സംഗതി. അല്ല ഇപ്പൊ സംഗതി ഇപ്പോ പിന്നെ എങ്ങനെയുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് നമുക്കിത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സെനതാണെങ്കിൽ പിന്നെ സെനത് എല്ലാം നമ്മൾ സമർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളിത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും ചില ആളുകൾ ഉറക്കം നടിക്കുകയാണ്. ഉറക്കം നടിക്കുന്നവരിപ്പോ നിവൃത്തിയില്ല, എണീപ്പിക്കാൻ യാതൊരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളെ ഞാൻ കാണുന്നു. ഒന്ന്, ഞാൻ ഇതിന്റെ ഉസ്താദ് അറിയുമെന്നറിയില്ല, ഈ സാലിം സക്കാഫിനെ പറ്റിയിട്ടായിരുന്നു ആദ്യം ആരോപണം വന്നത്. അയാളിപ്പോ ന്യൂസിലാൻഡിലാണ്. അപ്പം പിന്നെ ഞാൻ മൂപ്പരായിട്ട് ആദ്യം ബന്ധപ്പെട്ടിരുന്നു. അതായത് ഞാൻ അയാൾക്ക് വിളിച്ചിരുന്നു. കാരണം വിളിച്ചതെന്ന് വെച്ചാല് മൂപ്പര് നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസിൽ മൂപ്പര് ഒരു അഭിമുഖം കൊടുക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു വിഷയത്തില്. അപ്പൊ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോ മൂപ്പര് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ രീതിയല്ലേ ഒരു ബേജാറും ബത്തപ്പാടെല്ലാം ഉണ്ടെങ്കിൽ. അപ്പൊ എന്നോട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ വിളിക്കും, എനിക്ക് പിന്നെ ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറയാനാവില്ല. ഞാൻ നിങ്ങൾ എന്തെല്ലാം ചോദ്യം ചോദിക്കുക, അത് ആദ്യം നിങ്ങൾ ചോദ്യം പറ, ഞാൻ അതിനകത്തായിട്ട് മറുപടി നാളെ റെഡിയാക്കി വെക്കാം. അപ്പൊ തന്നെ എനിക്ക് അതെ അതപ്പോ അത് സാധാരണ മുജാഹിദീങ്ങൾ പറയേണ്ട വർത്താനത്. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. മൂപ്പര് നല്ല നിലയ്ക്ക് തന്നെ അപ്പൊ ഫോണ് വെച്ചു. പിറ്റേന്ന് ഒന്നാമത്തെ 9 ദിവസം ഇവിടുന്ന് ഈ ഖത്തർ സമയം മൂപ്പര് സമയം തമ്മിൽ 9 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് രാവിലെ എണീക്കുമ്പോ മൂപ്പര് അവിടെ രാത്രി ആകാൻ, ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് മൂപ്പര് രാവിലെ ആവും. അതാണ് പ്രശ്നം. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ കിട്ടി. അപ്പൊ ഇയാൾ ഒന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല്, അതായത് ഉസ്താദ് ഒരു പേപ്പർ തന്നിട്ട് ആ പേപ്പർ ടൈപ്പ് ചെയ്യുന്നത് മലയമ്മ മുഹമ്മദ് സക്കാഫി കണ്ട് തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാകാം ഞാൻ ഉണ്ടാക്കി എന്നുള്ള ആരോപണം പറഞ്ഞെന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഈ വിഷയം നിങ്ങൾ സുന്നി ഗ്ലോബലിൽ കൊടുക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൽക്കാലം പറഞ്ഞാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അയാളെ വിളിച്ചപ്പോ, അങ്ങനെ ഉണ്ടല്ലോ വിളിക്കുന്നതോട് അടുത്തില്ലേ ഞാൻ. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാന് പിന്നെ മർക്കസ് ഓഫീസിലും മറ്റേ മജീദ് ഇതുണ്ടല്ലോ, മജീദ് സക്കാഫി, അപ്പൊ മൂപ്പരായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, പിന്നെ അപ്പൊ ടൈപ്പ് ചെയ്യുന്ന കണ്ടേരം സംശയിച്ചെന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് എന്തിനാ ടൈപ്പ് ചെയ്തെന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് ആ വിഷയം ഒന്നും പറയണ്ട, ഒന്നും അറിയില്ല എന്ന് നിഷേധിച്ചാൽ മതി, ഞാൻ അഭിമുഖത്തിൽ അങ്ങനെ പറയട്ടെ ഇങ്ങോട്ട് ഇയാൾ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെ പറ. അങ്ങനെ ശരിക്കും പറഞ്ഞ 10-35 മിനിറ്റ് ആ വിഷയവും പിന്നെ അവിടെ ന്യൂസിലാൻഡിലുള്ള വിഷയവും പിന്നെ പാകിസ്ഥാന്റെ അവിടെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള വിഷയം, അങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞ 35 മിനിറ്റുള്ള അതും കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇയാൾ തുടക്കം മുതൽ ഞാൻ ഇയാളെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ബന്ധം വിട്ടില്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിക്കും, ആഴ്ചക്ക് വിളിക്കും, അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ 3-4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂപ്പരോട്, എനിക്ക് ഞാൻ പറഞ്ഞില്ല മൂന്നാമത്തെ കക്ഷി എനിക്ക് തന്ന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു, ഉസ്താദെ നമ്മളാകെ പൊട്ടിച്ചാണ്ടോന്നുള്ളത് കാരണം വെച്ചാല് പിന്നെ ഈ അമ്പലക്കടവ് ടീമിന്റെ അടുത്ത് പിന്നെ ഈ ഇക്ബാൽ വാലിന്റെ അടുത്ത് പോയിട്ട് ഒരു സെനത് ഇല്ല, അയാൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്നാണ് അയാൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ പിന്നെ ഉപബോധ മനസ്സുന്നുണ്ടല്ലോ, അറിയാണ്ടൊരു ചില കാര്യങ്ങൾ പറഞ്ഞു നോക്ക്. അപ്പൊ ഈ സാലിഹ് എന്നോട് പറഞ്ഞു, അള്ളാഹ് അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ട് നമ്മളെ പോലെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നമ്മള് ഒറ്റക്കെട്ടായ നിലയ്ക്ക് കാര്യങ്ങൾ എന്നോടൊന്നും തുറന്നു പറയാം, നമ്മള് പുറത്തു പറയാനല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു, പിന്നെ
ഇതാ ഞാൻ ഇതിലൊരു വിവാദമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യായിട്ടാണ് ഞാൻ അങ്ങനെ വണ്ടി കയറി എന്നെ ഇതിലേക്ക് നിങ്ങൾ വലിച്ചു കൊണ്ടുവിടറു, അങ്ങനെ ഇടറു, ഇങ്ങനെ ഇടറു, പിന്നെ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യരുത്, ഇത് വേറെ കേൾപ്പിക്കരുത്, ഞാൻ പറഞ്ഞെന്ന് പറയരുത്, അങ്ങനെ കുറെ ഷർത്തും ഫർളൊക്കെ പറഞ്ഞ്. അപ്പൊ മൂപ്പർ എന്നോട് വിശദീകരിച്ച വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് പല ആളുകളും ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ആവശ്യപ്പെട്ടിട്ട് വരാറുണ്ട് മർക്കസിൽ. AP ഉസ്താദ് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പഴയ ക്ലിയർ ഇല്ലാത്തൊരു കോപ്പി AP ഉസ്താദ് സാലിഹ് സഖാഫിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ, സാലിഹെ ഇനി പോയിട്ട് ഇതിന്റെ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാലിഹ് സഖാഫിക്ക് അന്നേരം വേറെന്തെല്ലോ പണിത്തിരക്കുള്ളത് കൊണ്ട് ഇയാളെന്ത് പണിയെടുത്തു, നേരെ അത് പോയിട്ട് എവിടെ കൊടുത്തു, മറ്റേ മജീദ് മുല്ലാരോട് കൊടുത്തു. അതെ, മജീദ് മുല്ലാരോട് പറഞ്ഞ പോലെ AP ഉസ്താദ് പറഞ്ഞിട്ട് ഇതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ആളുകൾക്ക് കൊടുക്കാനാണ്. അപ്പൊ മജീദ് മുല്ലാർ പറഞ്ഞോലോ, നിങ്ങൾ ഇത് അവിടെ വെച്ചേക്ക്, കുറച്ച് കഴിഞ്ഞാൽ AP ഉസ്താദിനോട് മറന്നുപോയിക്കോളും, പിന്നെ അത് ചോദിക്കലൊന്നും ഉണ്ടാവില്ല, അത് അവിടെ കിട്ടേന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെനത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും, അത് കൊടുക്കാൻ പറ്റൂല. മജീദ് മുസ്ലിയാർ സ്വാലിഹിനോട് പറഞ്ഞു. അത് ഏതായാലും മജീദ് മുസ്ലിയാരെ കൊണ്ട് ഇപ്പം പറയിപ്പിക്കാൻ ഏതായാലും നിർവാഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പോ അല്ല, അപ്പൊ നിലവിൽ ഞാനിപ്പോ സ്വാലിഹിന്റെ അടുത്ത് ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പിന്നെ അള്ളാന്റെ റസൂലിനെ പിടിച്ചിട്ടുള്ള ഒരു കളിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അല്പം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ജനങ്ങളോട് പറയാനെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നിങ്ങൾ ചോദിച്ചാൽ ഇതേ എന്നോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ, ഇനി വേണ്ടി വന്നാൽ പിന്നെ വിളിച്ചാൽ ഇൻഷാല്ല ഓരോട് മാത്രമേ ഞാൻ പറയാം, ദയവായിട്ട് എന്നെ ഉൾപ്പെടുത്തരുത്, ഇതാക്കരുതെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം എനിക്ക് പിന്നെയൊരു ഇയാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഉറപ്പിച്ചില്ല. അപ്പോൾ സാലിഹ് ഇപ്പോഴും നമ്മളെ കൂടിയാന്ന് നമുക്ക് അറിയണല്ലോ, അതറിയാൻ വേണ്ടി ഞാൻ അതിന്റെ ശേഷം ഉടനെ തന്നെ AP ഉസ്താദിനെ വിളിച്ചു. AP ഉസ്താദിനോട് ഞാൻ വിഷയം പറഞ്ഞു, സാലിഹ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ സാലിഹ് നമ്മളെ മുഹിബാണ്, പിന്നെ നമ്മളെ കൂടെ ജോലി ചെയ്ത ആളാണ്, നമ്മളെ ആളാണ്, ഇപ്പൊ ന്യൂസിലാൻഡിലെ എന്താണ് അയാളെ പറ്റി ഓരോരുത്തർ ഇല്ലാത്ത ആരോപണം പറയാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഉസ്താദ് കുറെ പറഞ്ഞു, സാധാരണ പറയുന്ന ശൈലി. ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല, പിന്നെന്തെന്നാ പറയണ്ട. അപ്പൊ അതിന്റെ ശേഷം ഞാൻ വീണ്ടും സാലിഹിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ സാലിഹ് പറഞ്ഞു, ഈ വിഷയം മർക്കസിലെ ഓഫീസിലുള്ള ചില ആളുകൾക്ക് മജീദ് മുസ്ലിയാർ, മലയമ്മ സഖാഫി അടക്കമുള്ള ആളുകൾക്കറിയാം, അതിന്റെ പുറമെ ചുള്ളിക്കോടിനും വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം അറിയാം, അദ്ദേഹത്തോട് ഞാൻ തന്നെ ഇത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് സാലിഹ് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അത് നമ്മളെ ഭാഗത്തുള്ള വിഷയം. ഇനിയിപ്പം ഈ പറയുന്ന ഇക്ബാൽ ആണെങ്കിൽ ആണെന്ന് പോകുന്നൊരിക്കലും കൊടുക്കുന്നുണ്ട്, പിന്നെ കൊടുക്കുന്നവർക്ക് ഈ 4 സീലുള്ളൊരു പേപ്പർ കൊടുക്കുന്ന മുഫസ്സൽ അല്ല, അയാൾക്കത് മുഫസ്സൽ എന്താണെന്ന് അറിയില്ല, അതിനെ പറ്റിയിട്ട് ഒരു പിടുത്തമില്ല. അപ്പോ അതായത് നമ്മളെ ഭാഗവും മറുഭാഗവും പിന്നെ ഇത് കൊടുത്തു എന്ന് പറയുന്ന ആളുകളും ഇത് സംഗതി ഒരുപോലെ പറയുമ്പോൾ പിന്നെ നമ്മളിന്ന് ഈ വിഷയത്തിൽ പറയുക ഏതായാലും ഭയങ്കര മുസീബത്തായിട്ടത് നമ്മൾക്ക് വലിയ എന്തൊക്കെ ഇതിന് പിന്നിലുണ്ടാക്കുന്ന. അല്ല, എനിക്കിപ്പോഴും ഞാൻ അറിയില്ല എന്താ അള്ളാഹുലം പേരോട് ഉസ്താദ് നാട്ടിൽ നിന്ന് വിളിക്കുന്ന കാണുന്നു, എന്റെ അടുക്കട്ടെ ഞാൻ ഉസ്താദിനെ തിരിച്ചു വിളിച്ചോളൂ, എന്താ അറിയില്ല വിഷയം. അല്ല, ഞാൻ വിളിച്ചോളൂ, ഉസ്താദ് ഇപ്പം പറഞ്ഞു, ഞാൻ വിളിച്ചോളൂ ഉസ്താദിനെ, പിന്നെ വിളിച്ചോളൂ. സംസാരിക്കും അത് വിളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ആയിക്കോട്ടെ, ഞാൻ കട്ട് ചെയ്ത് വിളിക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ.